എനിക്ക് കേരളത്തിലെ മുസ്ലിം ലീഗിനെ ഓർക്കുമ്പോൾ ഏറെ ആശങ്കയാണ്. കാരണം ഭരണം കിട്ടാതെ മിക്കവാറും ഭ്രാന്ത് പിടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറാൻ പോവുകയാണ്. ഇനി മൂന്നാം വട്ടവും LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലീഗിന്റെ സ്ഥിതി എന്താകും? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആധിപത്യം, അപ്രമാദിത്വം ഇതൊക്കെ കാണിക്കാൻ പറ്റുന്ന ഇടം UDF ആണ്, കോൺഗ്രസിലാണ്. കോൺഗ്രസ് ആണ് ഈ മുസ്ലിം ലീഗിനെ വളർത്തിയതും ഒക്കെ തന്നെ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5-ാം മന്ത്രി കൊടുത്ത് പരിപോഷിപ്പിച്ച് നിർത്തിയതാണ്. കോൺഗ്രസിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നത് ആരാ? മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗിന്റെ ഒടുക്കത്തെ ഭരണം കാരണമാണ് ക്രൈസ്തവര് അകന്നു പോയത്. ഇല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകളൊക്കെ എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത്. ആ ക്രൈസ്തവ വോട്ടുകൾ പോയി കഴിയുമ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്നുള്ളത് ഈ 2026 നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ BJPക്ക് അനുകൂലമായിട്ട് മാറുകയും ചെയ്യും. ഈ മുസ്ലിം ലീഗ് 2021 അതായത് കോവിഡിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, പിണറായി വിജയൻ തുടർഭരണം കിട്ടി. ആ സമയത്ത് ലീഗ് അപ്പുറത്തേക്ക് ചാടാനുള്ള ഒരു നീക്കം നടത്തി. കുഞ്ഞാലിക്കുട്ടിയാണ് അതിനകത്ത് മുൻകൈ എടുത്തത്. കുഞ്ഞാലിക്കുട്ടിക്കാണ് ഭരണമില്ലാതെ തറയിൽ കാലുറയ്ക്കത്തില്ല. അങ്ങനെ പിണറായിയുമായിട്ടുള്ള അണിയറ ചർച്ചകളൊക്കെ നടന്നു, ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ അന്ന് ലീഗ് അപ്പുറത്തേക്ക് പോയിരുന്നുവെങ്കിൽ ലീഗ് പിളരുമായിരുന്നു. KM ഷാജി, MK മുനീർ ഒന്നും LDFിലേക്ക് പോകാൻ തയ്യാറെടുക്കത്തില്ല. അങ്ങനെ തുടർന്ന് 2021 ഭരണം കിട്ടി പിണറായി വിജയനും കുടുംബത്തിനും പാർട്ടിക്കും എതിരെ നിരവധി ആരോപണങ്ങൾ ഇങ്ങോട്ട് പെയ്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതായത് പ്രത്യേകിച്ച് ഈ കേരളിന്റെ പേരിൽ കേരളത്തിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടന്നല്ലോ. അതൊക്കെ ഭരണവിരുദ്ധ വികാരത്തിന്റെ വലിയ തെളിവായിട്ടങ്ങ് മാറുകയും ചെയ്തു. അങ്ങനെ മാറിയത് കൊണ്ട് തന്നെ പതുക്കെ ലീഗ് അങ്ങ് അകലുകയും ചെയ്തു. ലീഗിന് UDFിനാണ് സാധ്യത കൂടുതൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലീഗ് ഈ മുന്നണിയെ ഒന്ന് വിപുലീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് ചാടിക്കാനുള്ള ഒരു ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തിരുവമ്പാടി മണ്ഡലം വരെ വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഭരണം കിട്ടിയാൽ മതി. ലീഗിനെ സംബന്ധിച്ചിടത്തോളം LDFിലേക്ക് പോയാൽ അവർക്ക് അത്ര ഒരു തൃപ്തി ഉണ്ടാകത്തില്ല. കാരണം അവിടെ ഈ ബാർഗെയിനിങ് നടക്കത്തില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം വിലപേശലുണ്ടല്ലോ. ഇനിയിപ്പോ നോക്കിക്കോ, 26 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗ് പ്രധാനപ്പെട്ട ഘടകകക്ഷി തന്നെയാണ്. ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായിരിക്കും, അത് ഉറപ്പിച്ച കാര്യമാണ്. കൂടാതെ 5 മന്ത്രിമാരും ഉണ്ടായിരിക്കും. ഈ 5 മന്ത്രിമാരെന്ന് പറഞ്ഞാൽ ചില്ലറ വകുപ്പുകളൊന്നും അല്ല കൈകാര്യം ചെയ്യുന്നത്. അതിപ്രധാനമായിട്ടുള്ള വകുപ്പായിരിക്കും വ്യവസായം. പിന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് മുമ്പ്. പക്ഷേ ഇക്കുറി UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് പോകുമ്പോൾ അത് കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെയായിരിക്കും. പിന്നെ പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, അതിൽ ഒന്നാം തരം കച്ചവടം നടത്താൻ അവർ ബഹുസമർത്ഥരുമാണ്. അപ്പൊ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം അവരുടെ കൈകളിലേക്ക് അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും LDFിലേക്ക് പോയാൽ അവിടെ ഈ പണികളൊന്നും നടക്കത്തില്ല. ഉപമുഖ്യമന്ത്രിയും കാണത്തില്ല, 5 മന്ത്രിസ്ഥാനവും കാണത്തില്ല. ഇപ്പൊ നമ്മുടെ ജോസ് കെ മാണിയുടെ അവസ്ഥ അറിയാമല്ലോ. ജോസ് കെ മാണി ജയിച്ച് മന്ത്രിയാകാൻ കൊതിച്ച് കിടന്ന ആളാണ്. ജോസ് കെ മാണിയുടെ തറവാട്ടിൽ ഒരു കൊടി വെച്ച കാറ് എന്നിട്ട് അത്ര നാളായി. പാർട്ടിയിൽ നിന്ന് ഒരാൾ കൊടി വെച്ച കാറിൽ പോകുന്നുണ്ട്. എന്നാൽ ആ തറവാട്ടിലൊന്ന് കയറുവോ?
അതുമില്ല. നമ്മുടെ കരിങ്ങോഴയ്ക്കൽ തറവാടേ കെ എം മാണിയുടെ, ജോസ് കെ മാണി ജനിച്ച നാള് മുതൽ കൊടിവെച്ച കാറ് വന്നിട്ടുള്ള ഒരു തറവാടാണ്. ഇപ്പൊ കൊടിവെച്ച കാറുമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ്. പാലയിൽ തോറ്റു തുന്നം പാടുകയും ചെയ്തു. അതുകൊണ്ടാണ് ലീഗ് പറയുന്നത് തിരുവമ്പാടി സീറ്റ് അങ്ങ് തരാം. തിരുവമ്പാടി എന്തായാലും ലീഗിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. മാണി സി കാപ്പൻ എന്തായാലും പാല കൊടുക്കാൻ പോകുന്നില്ല. കാരണം കാപ്പൻ വളരെ അധ്വാനിച്ച് നേടിയെടുത്തതാണ്, അത് കൊടുക്കുകയുമില്ല. അപ്പോൾ എന്തായാലും ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമവും ഒക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ ലീഗിന് അധികാരത്തിൽ വരാൻ വേണ്ടിയാണ്. ഈ കോൺഗ്രസിനകത്തെ തമ്മിൽ പോരൊക്കെ അല്പമെങ്കിലും ഒന്ന് ശമിപ്പിച്ചത് ലീഗിന്റെ ഒരു സാമർഥ്യം കൊണ്ടാണെന്ന് വേണേൽ പറയാം. ലീഗ് ഇത്തരത്തിലുള്ള സാമർഥ്യവും ആധിപത്യവും ഉപമുഖ്യമന്ത്രി പദവിയും ഒക്കെ ആവശ്യപ്പെട്ട് നേടിയെടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ക്രൈസ്തവരും കേരളത്തിലെ മൂത്ത നായന്മാരും എല്ലാവരും ഇതങ്ങ് വിട്ടിട്ട് NDAയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും NDAയുടെ പ്രസക്തി. കേരളത്തിലെ NDA മുന്നണി വിപുലീകരിക്കും. രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത് അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി ചേർന്നാണ്. അത് വെറുതെ ഒന്നും അല്ല ഇറക്കി വിട്ടിരിക്കുന്നത്. ഇവ 2024 രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചത് വെറുതെയാണെന്ന് വിചാരിച്ചോ? 15,000 വോട്ടിന്റെ തോൽവിയേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അത് അടുത്ത തവണയിലെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും. കേരളത്തിലെ NDA മുന്നണി വിപുലീകരിക്കും. LDFിലും UDFിലുമുള്ള ഘടകകക്ഷികളൊക്കെ തന്നെ പലയിടങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ ഭേദം NDA മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം NDA മുന്നണിക്ക് അത്തരത്തിൽ വിപുലീകരണം നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ BJP ഒരു 10-15 സീറ്റ് പിടിക്കുകയും ചെയ്തു. ലീഗിനെയും വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് എല്ലാവരും കൂടി ഒരു കുടക്കീഴിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണം NDA മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീഗിന് ഒന്ന് കാല് തറയിൽ ഉറയ്ക്കും. ചിലപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണം കിട്ടിയാൽ മതി. കുഞ്ഞാലിക്കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. 2019 ഇവിടുന്ന് ഡൽഹിക്ക് വണ്ടി കയറിയ ആളാണ് കുഞ്ഞാപ്പ. 2019 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. ഇനിയും പപ്പു മോന് രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പായം തെറുത്ത് കെട്ടി തിരിച്ച് കേരളത്തിലേക്ക് വണ്ടി കയറിയത്. അപ്പോൾ അധികാരം അങ്ങനെ തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നവരാണ് ലീഗ്. അപ്പോൾ എനിക്ക് ഈ ലീഗിന്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ ആശങ്കയുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ഘടകമായതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. അല്ലാതെ ലീഗിനെ അടച്ചാക്ഷേപിക്കുകയല്ല.